പ്രവാചകനോടാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ വൈരുദ്ധ്യത്തെയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് എന്ന് 100 വട്ടം ഞാൻ പറയും ഒരു ദിവസം എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, നോക്ക് നിങ്ങൾ ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതുബ മുസിഅൻ നഹാർ. പകലിൽ തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ രാത്രിയിലും, രാത്രി തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ പകലിലും റബ്ബ് ഇരുകരങ്ങളും നീട്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നു മാത്രമല്ല, 100 പേരെ കൊന്ന വ്യക്തിക്ക് പൊറത്തു കൊടുത്തു എന്നുള്ള ചരിത്രം കൊണ്ടെന്ന് എന്തിനാ? പിന്നെയും കൊല്ലാനുള്ള പ്രേരണക്ക അല്ല. പാപിയായ മനുഷ്യൻ പാപത്തിൽ തുടരല്ല വേണ്ടത്, മറിച്ച് പശ്ചാത്താപത്തിന്റെ ആ വഴിയിൽ വന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കും, അവൻ കാരുണ്യവാനാണെന്ന് പഠിപ്പിക്കാനാണ്. ഇനി ഇതൊക്കെ കേട്ടിട്ടും ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും സഹായതേട്ടം നടത്താനും പോയാലോ? ഖുർആൻ പറയാ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചോ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തതിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. സൂറത്തു അഹ്ഖാഫിൽ ഖുർആൻ വീണ്ടും പറയാ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏർപ്പാട് ചെയ്യുന്നവൻ എത്രത്തോളം മോശക്കാരനാണ്. മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ഒരു ഏർപ്പാടാണ് അവൻ ചെയ്യുന്നത്. മാത്രല്ല, ഇവരാണെങ്കിലോ അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്. ഇനി വിശുദ്ധ ഖുർആൻ തുടരുന്നു, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റക്കും, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരെ വിളിച്ചാലും അവർ നിങ്ങളുടെ വിളി ഒരു നിലക്കും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവകാശം റബ്ബിനാണ്. വല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരൽപ്പം പോലും അവർക്ക് ഒരു നിലക്കും ഉത്തരം നൽകുകയില്ല. എന്നിട്ട് ഖുർആന്റെ ഉപമയാണ് പഠിക്കേണ്ടത്. ഇല്ലാക ബാസിതു കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു, വായിലേക്ക് വെള്ളമെത്താൻ വേണ്ടി വെള്ളപ്പാത്രത്തിലേക്ക് കൈ നീട്ടുന്നവന്റെ അവസ്ഥയായിരിക്കും. ആ വെള്ളപ്പാത്രത്തിലേക്ക് കൈ നീട്ടിയത് കൊണ്ട് വെള്ളം അവന്റെ വായിലേക്ക് എത്താത്തതുപോലെ എനിക്ക് കുഞ്ഞുങ്ങളെ തരണേ, എൻ്റെ ഗൾഫിലുള്ള മോന്റെ ജോലി ശരിയാക്കി തരണേ, ഞങ്ങളുടെ വീടിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി തരണേ, എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം തരണേ ശൈഖേ, മുരീദേ, CM വലിയുള്ളാഹിയെ, പിന്നെ നാഗൂരിലെ അജ്മീറിലെ മുത്തിപ്പേട്ടയിലെ ശൈഖന്മാരെ എന്ന് വിളിക്കുന്നവർ അവർക്കുത്തരം കിട്ടുകയില്ല, ആ പ്രാർത്ഥന കേൾക്കുകയില്ല. അതെന്താ? അപ്പൊ പറയാ അതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അല്ല, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹു പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ അടിമകൾ മാത്രമാണ്. ആരോടാണ് നൂഹ് നബിയുടെ ജനത പ്രാർത്ഥിച്ചത്? അവർ പ്രാർത്ഥിച്ചത് അവരുടെ കാലഘട്ടത്തിൽ മഹാന്മാരായിരുന്ന വ്യക്തികളോട്. ആരാണ് ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹങ്ങൾ? അവരാരായിരുന്നു? ലാത്ത എന്ന് പറയുന്നത് മഹാനായിരുന്നു. ഇമാം ബുഖാരിയാണ് എഴുതി വെച്ചത്. ഇമാം ബുഖാരി റഹിമഹുള്ളയാണ് എഴുതി വെച്ചത്. പുണ്യകർമ്മങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. കേവല വിഗ്രഹങ്ങളോടല്ല അവർ പ്രാർത്ഥിച്ചത്.